ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന ടോപ്പിക്കാണ്. നമ്മുടെ റെഫ്രിജറേഷൻ്റെ, അതായത് ഫ്രിഡ്ജിൻ്റെയും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, അതായത് റെഫ്രിജറേറ്ററിൻ്റെയും എയർ കണ്ടീഷൻ്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ, ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ആ വർക്കിംഗ് സൈക്കിൾ, അതാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൻ്റെ ലോജിക്ക് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബേസായിട്ട് റെഫ്രിജറേഷൻ്റെ ഒരുപാട് കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ഈ ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ച് വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. വളരെ ഔട്ട്ലൈൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഓരോ പ്രോസസ്സ് എന്താണ്, ഓരോ പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത് എന്നൊന്നും ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടില്ല. കാരണം അത് നിങ്ങളെ കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ലോജിക്ക് എന്താണ് അതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കൂടുതൽ സമയം കളയേണ്ട, എന്താണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ എന്താണ് അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ അത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ, എയർ കണ്ടീഷൻ്റെയൊക്കെ, അതായത് റെഫ്രിജറേഷൻ ഉപയോഗിക്കുന്ന ഡിവൈസസിൻ്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ആ വർക്കിംഗ് സൈക്കിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഈ പേര് പോലെ തന്നെ കാർനോട്ട് സൈക്കിളിൻ്റെ റിവേഴ്സ്ഡ് ഫോമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ കാർനോട്ട് സൈക്കിളും റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളും രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവും. അതായതാണ് കാർനോട്ട് സൈക്കിൾ. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതാണ് കാർനോട്ട് സൈക്കിൾ, നിങ്ങൾ 12th പഠിച്ചതാണ്. ഇത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. ഇതാണ് നമുക്കിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, സെയിം ഗ്രാഫാണ്, സെയിം കർവാണ് ഇതിലെല്ലാം വരുന്നത്. ഇതിൽ 4 പ്രോസസ്സാണുള്ളത്, 4 പ്രോസസ്സാണുള്ളത്. അതിൻ്റെ നമ്പറിങ്ങും അതായത് സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2, സ്റ്റേറ്റ് 3, സ്റ്റേറ്റ് 4 അതിൻ്റെ അറേഞ്ച്മെൻറ്റും സെയിം തന്നെയാണ്. മാത്രമല്ല അതിൻ്റെ പ്രോസസ്സുകളും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇതിലും 2 ഐസോതെർമൽ പ്രോസസ്സും 2 അഡിയബാറ്റിക് പ്രോസസ്സും ഉണ്ട്. ഇതിലും 2 ഐസോതെർമൽ പ്രോസസ്സും 2 അഡിയബാറ്റിക് പ്രോസസ്സും ഉണ്ട്. ഈ വോളിയം വരുന്നത്, അതായത് ഓരോ സ്റ്റേറ്റിനെ പ്ലോട്ട് ചെയ്ത് വോളിയം എടുക്കുന്നത് രണ്ടിലും ഒരേപോലെ തന്നെയാണ്. V1, V4, V2, V3 എന്നൊക്കെ പറയുന്നത് V1, V4, V2, V3 എന്ന് ഇതിലും ഒരേപോലെ തന്നെയാണ് വന്നത്. അപ്പോൾ കർവിൻ്റെ ഷേപ്പും സ്റ്റേറ്റിൻ്റെ നമ്പറും എല്ലാം ഈക്വൽ തന്നെയാണ്, സെയിം തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിലും കാർനോട്ട് സൈക്കിളിലും ഇതിൽ ഡിഫറൻസ് എന്ന് പറയുന്ന മെയിനായിട്ട് 2 എണ്ണമാണ്, 2 കാര്യങ്ങളാണ് ഇതിൽ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആദ്യത്തെ ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ ഈ ആരോയുടെ ഡയറക്ഷൻസ് നോക്കുക. ഓരോ ആരോയുടെയും ഡയറക്ഷൻസ് നോക്കുക. നമ്മുടെ കാർനോട്ട് സൈക്കിളിൽ ആരോസ് എന്ന് പറയുന്നത് 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്ക്, 3ൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 1ലേക്ക്, അതായത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൂവ്മെൻ്റ് ആണെന്ന് പറയാം. നമ്മുടെ ആരോസ് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്, ആ ഒരു സൈക്കിൾ പോകുന്ന ആ ഒരു രൂപത്തിലാണ്. അപ്പോൾ ആരോസിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ കണ്ടല്ലോ. എന്നാൽ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണെന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യും, എല്ലാ പ്രോസസ്സും റിവേഴ്സ് ചെയ്യും. അതായത് ആരോസിൻ്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം, ആദ്യം എന്താ 1ൽ നിന്ന് 4ലേക്കാണ് ആരോ പോകുന്നത്. അത് കഴിഞ്ഞ് 4ൽ നിന്ന് 3ലേക്ക്, 3ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 1ലേക്ക്, അതായത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ സൈക്കിൾസിൻ്റെ മൂവിങ്, നല്ല സൈക്കിൾ ഓരോന്ന് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ അതായത് അതുകൊണ്ട് തന്നെ ആരോസ് നോക്കിയാൽ അറിയാം, ഈ കാർനോട്ട് സൈക്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എല്ലാ ആരോസും കൊടുത്തിട്ടുള്ളത്. ഈ ആരോ എന്നുള്ളത് റൈറ്റിലോട്ടാണ്, ഈ ആരോ ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ഇത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണ് ആരോസ് പോകുന്നതെന്ന് പറയാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ ആരോയുടെ ഡയറക്ഷൻ, അതാണ് ഏറ്റവും ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഇത് പ്രോസസ്സ് 1, 2 നോക്കുക. അതിൻ്റെ ആരോ റൈറ്റിലോട്ടാണ് ഇതിൻ്റെ ആരോ കാണിച്ചിരുന്നത്. അതായത് അതൊരു എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് 1 to 2 എന്ന് പറയുന്നത് പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുകയാണ്. അതായത് അതൊരു എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അതിന് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. 1 to 2 ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്, 2 to 3 അതും എക്സ്പാൻഷൻ പ്രോസസ്സ് തന്നെയാണ്. അത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. അതുപോലെ തന്നെ 3 to 4 എന്നുള്ളത് കംപ്രഷൻ പ്രോസസ്സാണ്. 4 to 1 എന്നുള്ളതും കംപ്രഷൻ പ്രോസസ്സാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് നേരെ തിരിയും. ഇവിടെ നോക്കുക, 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് നോക്കുക. ഇവിടെ ആക്ച്വലി എക്സ്പാൻഷൻ അല്ല നടക്കുന്നത്, കംപ്രഷനാണ് നടക്കുന്നത്. ഇവിടെ 1 to 2 എന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സായിരുന്നു. അതേസമയം ഇവിടെ പ്രോസസ്സ് 1, 2 എന്ന് പറഞ്ഞാൽ അതൊരു ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ്. കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയാൻ കാര്യം, പിസ്റ്റൺ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണല്ലോ
ആരോ ഹെഡ് കാണിച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ വോളിയം കുറഞ്ഞു വരികയാണ്. വോളിയം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് അവിടെ കംപ്രഷനാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോസസ്സിന് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഈ 1-2 പ്രോസസ്സ് 1-2 കംപ്രഷൻ പ്രോസസ്സ് തന്നെയാണ്, പ്രോസസ്സ് 2-3 കംപ്രഷൻ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ അത് രണ്ടും എക്സ്പാൻഷൻ പ്രോസസ്സായിരുന്നു. അപ്പോൾ ഇവിടെ പ്രോസസ്സ് 1-2 ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ്, പ്രോസസ്സ് 2-3 അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ്, അത് ഡിഫറൻസ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ പ്രോസസ്സ് ഈ പ്രോസസ്സ് 4-3 എന്നുള്ളത് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സായി. ഇവിടെ 4-3 എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സായിരുന്നു. പക്ഷേ ഇവിടെ 4-3 എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ആ എക്സ്പാൻഷൻ ആണെന്ന് പറയാൻ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആ ആരോയുടെ ഡയറക്ഷൻ കണ്ടാൽ മതി. അത് റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയാണ്, അതായത് വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ ഇത് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്, ഇത് അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. പ്രോസസ്സ് 4-1 എന്നുള്ളത് അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. അതായത് ആക്ച്വലി രണ്ടും ഐസോതെർമൽ പ്രോസസ്സ്, അഡയബാറ്റിക് പ്രോസസ്സ് ഉണ്ട്. അത് രണ്ടും അതേ ഓർഡറിൽ തന്നെയാണ്, ഈ കാർനോട്ട് സൈക്കിളിൻ്റെ അതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെയും ഐസോതെർമൽ പ്രോസസ്സും അഡയബാറ്റിക് പ്രോസസ്സും വരുന്നത്. പക്ഷേ ഈ കംപ്രഷനും എക്സ്പാൻഷനും അത് തിരിഞ്ഞു വരും. നമ്മുടെ കാർനോട്ട് സൈക്കിളിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരുന്നുവെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ആണെങ്കിൽ അത് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ്. അങ്ങനെ എല്ലാ പ്രോസസ്സിനും ആ ഒരു ചേഞ്ച് ഉണ്ട്. ഇത് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ്, ഇത് അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് ഇത് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്, അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് ആരോ ഹെഡിൻ്റെ ഡയറക്ഷൻ, കാരണം റിവേഴ്സ് ഡയറക്ഷനിൽ വേണം. നമ്മുടെ കാർനോട്ട് സൈക്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ ആരോ ഹെഡിൻ്റെ ഇതെല്ലാം ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ കംപ്രഷൻ്റെ എക്സ്പാൻഷൻ്റെ കേസിൽ ഇവിടെ കാർനോട്ട് സൈക്കിളിൽ എക്സ്പാൻഷൻ പ്രോസസ്സ് ആയിരുന്നെങ്കിൽ ആ സെയിം പ്രോസസ്സുകൾ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണെങ്കിൽ അത് കംപ്രഷൻ പ്രോസസ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ച് എക്സ്പാൻഷൻ പ്രോസസ്സ് എന്നുള്ള കംപ്രഷനായി, കംപ്രഷൻ പ്രോസസ്സ് എന്നുള്ളത് എക്സ്പാൻഷൻ പ്രോസസ്സായി. അപ്പോൾ ഈ രണ്ട് മെയിനായിട്ടുള്ള ഡിഫറൻസാണ് ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഈ സ്റ്റേറ്റ് 1-ൽ വെച്ച് ഒരു ഹോട്ട് ബോഡി കൊണ്ട് അടുത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എനർജി സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറി എയർ എക്സ്പാൻഡ് ചെയ്യും. അപ്പോഴാണ് അത് എക്സ്പാൻഷൻ നടക്കുന്ന പ്രോസസ്സ് 1-2 എന്നുള്ള ഐസോതെർമൽ എക്സ്പാൻഷനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് 3-ൽ ഒരു കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ആ ഹീറ്റ് എനർജി കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ വർക്കിംഗ് ആയിട്ട് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക, എന്നിട്ട് ഹോട്ട് ബോഡിയിൽ കൊണ്ട് റിജക്റ്റ് ചെയ്യുക. അതായത് ഈ കാർനോട്ട് സൈക്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ നടക്കുന്നത്. അതാണല്ലോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെയും റെഫ്രിജറേറ്ററിൻ്റെയൊക്കെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതിനെ ഈ ഫ്രിഡ്ജാണെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയൊക്കെ തണുപ്പിക്കുക. അപ്പോൾ അതായത് ആൾറെഡി തണുത്തിരിക്കുന്ന സാധനത്തിന് അതിനെ പിന്നെയും തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്ത് ഹോട്ട് ബോഡിയിലോട്ട് റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അവിടെ ഫ്രിഡ്ജിൻ്റെ കേസാണെങ്കിൽ ഹോട്ട് ബോഡി എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറാണ് ഹോട്ട് ബോഡി എന്ന് പറയുന്നത്. കാരണം ഫ്രിഡ്ജിന് പുറത്തുള്ള അറ്റ്മോസ്ഫിയറുള്ള ടെമ്പറേച്ചറിനെക്കാളും കുറവ് ടെമ്പറേച്ചർ ആയിരിക്കും ഫ്രിഡ്ജിൻ്റെ അകത്ത്. ആ ഒരു ലോജിക്കാണ് ഇവിടെയും, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണല്ലോ. അപ്പോൾ ആ ഒരു ലോജിക്കാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഹോട്ട് ബോഡിയിലോട്ട് റിജക്റ്റ് ചെയ്യും. ആ ഒരു ലോജിക്കാണ് ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോജിക്ക് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടുണ്ട്, മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് അത്രത്തോളം ഡെപ്തിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഔട്ട്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെ ഔട്ട്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 2-3 സെൻറ്റൻസിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും 10 മാർക്സിനായിരിക്കും റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ PV ഡയഗ്രാം വരയ്ക്കുക, ഈ കറക്റ്റ് കർവൊക്കെ വരയ്ക്കുക, ആരോ മാർക്ക് കറക്റ്റ് ഡയറക്ഷനിൽ ആരോ ഹെഡ് കൊടുക്കുക, എന്നിട്ട് പ്രോസസ്സുകൾ 4 ഡീറ്റെയിൽഡ് ആയിട്ട് കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 2 ഐസോതെർമൽ പ്രോസസ് ആൻഡ് 2 അഡയബാറ്റിക് പ്രോസസ് എന്നൊക്കെ എഴുതുക. അതിനുശേഷം കോൾഡ് ബോഡി, ഹീറ്റ് ഫ്രം ദി കോൾഡ് ബോഡി ഈസ് അബ്സോർബ്ഡ് ആൻഡ് റിജക്റ്റഡ് ടു ഹോട്ട് ബോഡി എന്നൊക്കെ എഴുതുക. ഇവിടെ ഇവിടെ ലോജിക്കിൻ്റെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, സാധാരണഗതിയിൽ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കോൾഡ് ബോഡിയിലൂടെ റിജക്റ്റ് ചെയ്യുക. അതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അതാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അത് നാച്ചുറലി നടക്കുന്നതോ അല്ലെങ്കിൽ നോർമലി നടക്കുന്നതോ ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം എങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്ക് നടന്നിരിക്കണം. എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് അവിടെ ചെയ്താൽ മാത്രമേ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ.
അങ്ങനെ ആ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മുടെ ഈ ഡിവൈസ്, ഫ്രിഡ്ജ് ആയിരുന്നാലും എയർ കണ്ടീഷൻ ആയിരുന്നാലും ആ ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയാണ്. തണുത്ത ഫുഡ് ഐറ്റംസിൽ നിന്ന് പിന്നെയും ഹീറ്റ് വലിച്ചെടുത്ത് പുറത്തോട്ട് കളയാനായിട്ടാണ് നമ്മുടെ ഈ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോസസ്സ്, എന്തെങ്കിലും ഒരു വർക്ക് നടന്നാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് നാച്ചുറലി നടക്കത്തില്ല. എന്തെങ്കിലും ഒരു വർക്ക് നടന്നാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഫ്രിഡ്ജും എ സിയും എല്ലാം ഉള്ളത്. അപ്പോൾ ആ ഒരു ലോജിക്കും കൂടി ഓർത്ത് ചെയ്യുക. എന്തെങ്കിലും ഒരു വർക്ക് അവിടെ നടന്നാൽ മാത്രമേ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഹോട്ട് ബോഡിയിലോട്ട് റിജക്റ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലാതെ നാച്ചുറലി അത് നടക്കത്തില്ല. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ വർക്ക് നടന്നാൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം കൂടി സിമ്പിളായിട്ട് എഴുതുക. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇതാണ് ഈ റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ പോലെ തന്നെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സൈക്കിളാണെന്ന് പറയാം. അത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ലാത്ത ഒരു സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ. അതേപോലെ തന്നെയാണ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ. അതുപോലെ തന്നെ ഈ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ ഈ കാണിച്ചിരിക്കും പോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മുടെ ഫ്രിഡ്ജിലും എയർ കണ്ടീഷനിലും എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന ബേസിക് വർക്കിംഗ് എന്ന് പറയുന്ന റിവേഴ്സ് കാർനോട്ട് സൈക്കിളിനെ ബേസ് ചെയ്താണ് എങ്കിൽ പോലും ആക്ച്വലായിട്ട് ഈ റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൻ്റെ വർക്കിംഗ് അല്ല അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ കാരണം ഈ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ആക്ച്വലായിട്ടുള്ള ഫ്രിഡ്ജിൻ്റെയും റെഫ്രിജറേറ്ററിൻ്റെയും എയർ കണ്ടീഷൻ്റെയും വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ അല്ല. അതിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. കാരണം പ്രാക്ടിക്കലി വേറെ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഈ ഫ്രിഡ്ജിലും എയർ കണ്ടീഷനിലും നടക്കുന്ന പ്രോസസ്സുകൾ നമുക്ക് ഈ പ്രോസസ്സുമായിട്ട് കപ്പിൾ ചെയ്ത് പറയാൻ സാധിക്കത്തില്ല. ഈ പ്രോസസ്സുമായിട്ട് ജോയിൻ ചെയ്ത് ഓരോ പ്രോസസ്സും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഫ്രിഡ്ജിൽ ഇപ്പം ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ ഇപ്പം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആക്ച്വലായിട്ട് ഫ്രിഡ്ജിൽ അവിടെ ഒരു ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. അവിടെ കംപ്രഷനൊന്നും നടക്കുന്നില്ല. ആക്ച്വലായിട്ടുള്ള ഫ്രിഡ്ജിൻ്റെ വർക്കിങ്ങിൽ അല്ലെങ്കിൽ എയർ കണ്ടീഷൻ്റെ വർക്കിങ്ങിൽ ഈ പ്രോസസ്സ് 1, 2 എന്നുള്ളതിൽ കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല. പക്ഷേ നമ്മൾ തിയറിറ്റിക്കലി റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവിടെ ഒരു ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് അവിടെ നടന്നു എന്നാണ് പഠിക്കുന്നത്. പക്ഷേ ആക്ച്വലായിട്ട് അവിടെ കംപ്രഷനൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോസസ്സിലും ഈ അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്നുള്ളത് ചിലപ്പോൾ അവിടെ എക്സ്പാൻഷൻ ഒന്നും നടക്കുന്നില്ലായിരിക്കും. ഫ്രിഡ്ജിൻ മേ ബി എക്സ്പാൻഷൻ ഒന്നും നടക്കുന്നില്ലായിരിക്കും. പക്ഷേ അതൊരു ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സിനൊക്കെ ആ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പഠിക്കുമ്പോഴും ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ആക്ച്വലായിട്ടുള്ള എയർ കണ്ടീഷണറുടെ വർക്കിങ്ങിലൊന്നും അവിടെ കംപ്രഷനൊന്നും നടക്കുന്നില്ലായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇതിലെ 4 പ്രോസസ്സും ഈ ഫ്രിഡ്ജിൻ്റെയും എയർ കണ്ടീഷൻ്റെയും വർക്കിങ്ങുമായിട്ട് നമുക്ക് കപ്പിൾ ചെയ്ത് പറയാനൊക്കത്തില്ല, ജോയിൻ ചെയ്ത് പറയാനൊക്കത്തില്ല. കാരണം എൻ്റയർലി ഡിഫറൻ്റ് ആണ് വർക്കിംഗ് എന്ന് പറയുന്നത്. ആ പ്രാക്ടിക്കലായിട്ടുള്ള വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു ലിമിറ്റേഷനും കൂടെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ഇനി ഇതിൽ നമ്മുടെ ഈ റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്തെന്ന് പറഞ്ഞാൽ അതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ ചോദിക്കുമ്പോൾ ഇത് ഫിഗർ വെച്ച് ജസ്റ്റ് 2-3-4 സെൻറ്റൻസിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ എന്താണ് എഴുതിയിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് എഴുതേണ്ടത് ഈ കുറച്ച് പോർഷൻസാണ്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൽ അല്ലെങ്കിൽ ഈ റെഫ്രിജറേഷൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ സാധാരണ എഫിഷ്യൻസി എന്ന ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യാറില്ല. പകരം എഫക്റ്റീവ്നെസ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻസി എന്ന് പറയുന്നതിന് പകരം എഫക്റ്റീവ്നെസ്സിനാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് എത്രത്തോളം ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ സാധിച്ചു, കോൾഡ് ബോഡിയിൽ നിന്ന് എത്രത്തോളം ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ സാധിച്ചു, എത്രത്തോളം വർക്ക് സ്പെൻഡ് ചെയ്തപ്പോൾ എത്രത്തോളം ഹീറ്റിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു എഫക്റ്റീവ്നെസ്, ആ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റീവ്നെസ്സിനെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസിക്ക് പകരം ഈ എഫക്റ്റീവ്നെസ്സിനെയാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ എഫക്റ്റീവ്നെസ്, ഈ റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ effectiveness of this cycle is the ratio of heat absorbed from the cold body to the work required for this heat absorption. അതായത് കോൾഡ് ബോഡിയിൽ നിന്ന് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തു, അതിനു വേണ്ടി എത്രത്തോളം വർക്ക് സ്പെൻഡ് ചെയ്തു, ആ ഒരു റേഷ്യോയാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ എഫിഷ്യൻസിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, അതിന് പകരം എഫക്റ്റീവ്നെസ്സിനാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. എത്രത്തോളം ഹീറ്റ് കോൾഡ് ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്തു, അതിനുവേണ്ടി എത്രത്തോളം വർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഈ വർക്ക് സ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഫ്രിഡ്ജ്, എയർ കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു, കോൾഡ് ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്തു, അതിനുവേണ്ടി
എത്രത്തോളം വർക്ക് അവിടെ സ്പെൻഡ് ചെയ്തു, ആ ഒരു റേഷ്യോയാണ് എഫക്റ്റീവ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നതിന് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, അതിന് പകരം എഫക്റ്റീവ്നെസ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ എഫക്റ്റീവ്നെസ്സിനെയാണ് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിനെ സാധാരണ COP എന്നും പറയും. സാധാരണ എക്സാമിന് COP എക്സ്പ്ലെയിൻ ചെയ്യുക, വാട്ട് ഈസ് മീൻ ബൈ COP എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റിന് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഈ COP എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നാണ് മീനിങ്. അതാണ് ഈ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ആ എഫക്റ്റീവ്നെസ്സിനെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് എഫിഷ്യൻസി, ഇപ്പം റെഫ്രിജറേറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ എയർ കണ്ടീഷൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ എഫിഷ്യൻസിയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ എഫിഷ്യൻസി എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല, പകരം എഫക്റ്റീവ്നെസ്സിനെയാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ COP എന്ന് പറയുന്നത്. ഈ COP എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇവിടെ റേഷ്യോ നമ്മൾ പറഞ്ഞല്ലോ, ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദി കോൾഡ് ബോഡി ടു ദി വർക്ക് റിക്വയർഡ് ഫോർ ദിസ് ഹീറ്റ് അബ്സോർബർ. ആ ഒരു റേഷ്യോ ആണ് നമ്മൾ COP എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്തു, അതിനുവേണ്ടി എത്രത്തോളം വർക്ക് അവിടെ ചെയ്തു, ആ റേഷ്യോ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇതേ ഇക്വേഷനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ്. ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ്, ഇതിൻ്റെ രണ്ടിനെ എത്രത്തോളം ഹീറ്റ് റിജക്റ്റ് ചെയ്തു മൈനസ് ഹീറ്റ് അബ്സോർബ് ചെയ്തു, ആ ഒരു ഡിഫറൻസിനെയാണ് അവിടെ വർക്ക് ഡൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ്. ഇതേ ഇക്വേഷൻ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു രൂപത്തിൽ എഴുതാം. അതായത് 1 ബൈ ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ് മൈനസ് 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ഹീറ്റ് റിജക്റ്റഡും ഹീറ്റ് അബ്സോർബ്ഡും ഈ ടെമ്പറേച്ചറിൻ്റെ ടേംസിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. 1 ബൈ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ T1 ആണ്, ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ T3 ആണ്. ഇത് ജസ്റ്റ് T1 T3 ആണ്. ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ T1, കാരണം ഈ പോയിന്റ് വെച്ച് ഇവിടെയാണല്ലോ നമ്മൾ കാർനോട്ട് സൈക്കിൾ ആണെങ്കിൽ ഈ പോയിന്റിലാണ് നമ്മൾ ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ റിവേഴ്സിൽ കാർനോട്ട് സൈക്കിൾ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് ഇവിടെ ഹോട്ട് ബോഡിയിലേക്ക് നമ്മൾ ആ ഹീറ്റിന് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് T1 ടെമ്പറേച്ചർ T1ലാണ് നമ്മളവിടെ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. അതാണ് നമ്മളിവിടെ ടെമ്പറേച്ചർ T1 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹീറ്റ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ് T3 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ഹീറ്റ് എനർജി കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ കാർനോട്ട് സൈക്കിളിൽ പഠിച്ചത്. ഇവിടെ റിവേഴ്സിൽ കാർനോട്ട് സൈക്കിൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T3 ആണ്. അതാണ് ഇവിടെ ഹീറ്റ് റിജക്റ്റഡിന് T1ഉം ഹീറ്റ് അബ്സോർബ്ഡിന് T3 എന്ന ടെമ്പറേച്ചർ കൊണ്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അതായത് T3 ബൈ T1 മൈനസ് T3. അതാണ് ഈ COP, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല, പ്രത്യേകം സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ, പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഈ T3യും T1ഉം തന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതായത് അത് എഫിഷ്യൻസിയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എക്സാക്ട്ലി അത് എഫിഷ്യൻസി അല്ല, അത് എഫക്റ്റീവ്നെസ് ആണ്. ഒരു റെഫ്രിജറേറ്ററിൻ്റെ എഫക്റ്റീവ്നെസ്, എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കുറച്ച് വർക്ക് കൊടുത്ത് കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു എഫക്റ്റീവ്നെസ്സിനാണ് ഈ COP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ COP എന്നതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, COP എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആണ്. അതിന് യൂണിറ്റ്ലെസ് ആയിട്ടുള്ളതാണ്, അതിന് പെർസെൻറ്റേജ് വാല്യൂ ഒന്നുമല്ല, യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഇതാണ് COP എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഒരിക്കലും ലെസ് ദാൻ 1 വരത്തില്ല, എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്ന ആ ടേം എപ്പോഴും കൂടുതലായിരിക്കും. വർക്ക് എത്രത്തോളം വർക്ക് സ്പെൻഡ് ചെയ്തു അതിനേക്കാളും എന്തായാലും കൂടുതലായിരിക്കും ഈ ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്നത്. അപ്പം അതാണ്. അപ്പോൾ ഇതിൻ്റെ COPയുടെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ PV ഡയഗ്രാം വരയ്ക്കുക. കാർനോട്ട് സൈക്കിളിൻ്റെ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൻ്റെ ഈ PV ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു 3-4 സെൻറ്റൻസിൽ ഔട്ട്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അതിൻ്റെ എക്സാക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഔട്ട്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൻ്റെ കൂടെ ഈ COP എന്താണ് എഫക്റ്റീവ്നെസ് എന്നും എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നും പറഞ്ഞ് ഈ ഇക്വേഷൻസ് കൂടെ എഴുതി വയ്ക്കുക. 10 മാർക്കിനുള്ള ഇത്രയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൻ്റെ വർക്കിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രമാത്രമുള്ള ആവശ്യം നമുക്ക് ഈ ഫസ്റ്റ് ഇയറിലെ ആവശ്യമില്ല. അപ്പം ഇത്രയാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമുക്കിതിൽ പ്രോബ്ലം ഒന്നും ചോദിക്കത്തില്ല, തിയറി മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.